തായ്ലൻഡിൽ നിന്ന് ഇന്ത്യയിലേക്ക് മയക്കുമരുന്ന് എത്തിക്കുന്ന ഡീലർ ഡൽഹി വിമാനത്താവളത്തിൽ പിടിയിൽ. കാസർഗോഡ് ഉപ്പള പത്വാടി സ്വദേശിയായ ഷുഹൈലാണ് പിടിയിലായത്. വിവരങ്ങളുമായി രതീഷ് വാസുദേവൻ ചേരുന്നു. രതീഷ്, ഗുരുതരമായ സംഭവമാണ്. ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ടോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? തീർച്ചയായും വിദേശത്തായിരുന്ന ഇയാളെ സൗദിയിൽ മറ്റൊരു കേസിൽ ശിക്ഷയിലായിരുന്നു. അതിനുശേഷം നാട്ടിലേക്ക് കയറ്റി അയക്കുകയായിരുന്നു. അങ്ങനെ നാട്ടിൽ കയറ്റി അയച്ച സമയത്താണ് ഈ ഡൽഹി വിമാനത്താവളത്തിൽ ഇമിഗ്രേഷൻ വകുപ്പിലെ ഇത്തരത്തിൽ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്നാണ് കാസർഗോഡ് പോലീസിനെയും മഞ്ചേശ്വരം പോലീസിനെയും വിവരം അറിയിക്കുന്നത്. തുടർന്ന് ഇമിഗ്രേഷൻ വിഭാഗത്തിൽ വിവരം അറിഞ്ഞ് വിമാനത്താവളത്തിൽ പിടിയിലാവുന്ന സാഹചര്യം ഉണ്ടായത്. 2004 ഉപ്പള പത്താടിയിൽ നിന്ന് ഈ 3.5 കിലോയിലധികം MDMA-യും 1/2 കിലോയിലധികം കഞ്ചാവും പിന്നീട് മറ്റ് കൊക്കൈൻ ഉൾപ്പെടെയുള്ള ലഹരി ഗുളികൾ ഉൾപ്പെടെ പിടികൂടുന്ന പ്രധാന ഒരു കേസുണ്ടായത്. ഇതിലെ പ്രധാന കണ്ണികളിൽ ഒരാളാണ് ഇപ്പോൾ പിടിയിലായ ഷുഹൈൽ എന്നതാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. എന്തായാലും ഇതിനു മുമ്പ് തന്നെ 2 ആഴ്ച മുമ്പ് കർണാടകയിൽ വെച്ച് ഇയാളുടെ കേസിലെ മുഖ്യ പങ്കാളിയായ മറ്റൊരാളെ മുഹമ്മദ് ലിസാൻ, കാസർഗോഡ് തളങ്കര സ്വദേശിയാണ്. അയാളെ പിടികൂടിയിരുന്നു. തുടർന്നാണ് കൂടുതൽ വിവരങ്ങളുമായി ബന്ധപ്പെട്ട പോലീസ് ഇതിന്റെ പുറകെയായിരുന്നു. അപ്പോഴാണ് സുഹൈൽ ഇങ്ങനെ ഡൽഹി വിമാനത്താവളത്തിൽ ഇറങ്ങുകയും ലുക്കൌട്ട് സർക്കുലേഷൻ നിലവിലുള്ളതിനാൽ ഇമിഗ്രേഷൻ വിഭാഗം ഇയാളെ തടഞ്ഞു വെക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ എന്തായാലും കാസർഗോഡ് ഡിവൈഎസ്പി നേതൃത്വത്തിൽ 3-അംഗ സ്ക്വാഡുകൾ വിമാനമാർഗം ഡൽഹിയിലെത്തി ഷുഹൈലിനെ അടിയന്തരമായി കസ്റ്റഡിയിലെടുക്കുമെന്നാണ് വിവരം അറിയുന്നത്. എന്തായാലും വലിയ തരത്തിലുള്ള ലഹരിക്കടത്തിന്റെ പ്രധാന ഡീലറെയാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുക്കാൻ പോകുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ, ഈ ലഹരി വ്യാപനത്തിന്റെ തീവ്രത എത്രത്തോളം ഉണ്ട് എന്നത് ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വ്യക്തമാവുമെന്നാണ് പോലീസ് കരുതുന്നത്. കൂടുതൽ ആളുകൾ ഈ ഇടപാടുമായി ബന്ധപ്പെട്ട് പ്രധാന ഡീലറെയാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. രതീഷ് വാസുദേവാനാണ് വിവരങ്ങൾ നൽകിയത്.